അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അൽ ബയാൻ ഓൺലൈൻ ദർശനങ്ങളെ, അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ഹദീസിലെ 6ഓളം ഹദീസുകൾ നമ്മളെടുത്തു. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ അർബഈൻ എന്ന കിതാബിലെ 6 ഹദീസുകളാണ് നമ്മളെടുത്തത്. ഇനി 7ാമത്തെ ഹദീസാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കണമെന്നില്ല. ഹദീസുകളും അതിൻ്റെ അർത്ഥങ്ങളും അതിൽ നിന്നുള്ള ഉദ്ദേശങ്ങളും മാത്രം പറയുകയും കൂടുതലായിട്ട് ശറഹുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം മറ്റു കിതാബുകൾ റിയാദുസ് സ്വാലിഹീനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വിശദമായിട്ട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. 7ാമത്തെ ഹദീസ് അൻ അബീ റുഖയ്യ തമീം ബിൻ ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്, ഗുണം കാംക്ഷിക്കലാണ്, വേറെയുള്ള ഉപദേശിക്കലാണ്. ആ ദീനിൻ്റെ പ്രധാനമായും അടിസ്ഥാനം അല്ലെങ്കിൽ പ്രധാനമായും കെട്ടുറപ്പുണ്ടാവുക നസീഹത്തിലൂടെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് നസീഹത്ത് നൽകി. സ്വഹാബികൾ താബിഈങ്ങൾക്ക് അല്ലെങ്കിൽ അവർ തൻ്റെ ശിഷ്യന്മാർക്ക്, ഉസ്താദുമാർക്ക്, ശിഷ്യന്മാർക്ക്, മാതാപിതാക്കൾ, മക്കൾക്ക് ഒക്കെ എന്ത് ചെയ്യും? നസീഹത്തുകൾ കൊടുക്കും. ആ ദീനിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ നസീഹത്തിലൂടെയാണ് എന്നർത്ഥം. മറ്റുള്ളവർക്ക് ഗുണം കാംക്ഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുന്നതിലൂടെയാണ്. കുൽന, സ്വഹാബികൾ പറയാണ്, കുൽന, ഞങ്ങൾ ചോദിച്ചു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ലിമൻ, ആരോടാണ് നമ്മൾ നസീഹത്ത് ചെയ്യേണ്ടത്? കാല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലില്ലാഹി, അള്ളാഹുവിനോടും, വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിനോടും, വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോടും, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാക്കളോടും, വ ആമ്മത്തിഹിം, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങളോടും. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലില്ലാഹി, അള്ളാഹുവിനോട് നമ്മൾ നസീഹത്ത് നൽകണം. അള്ളാഹുവിനോട് നസീഹത്ത് നൽകാനാൽ അള്ളാഹുവിന് ഗുണം കാംക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കുക. കാരണം അള്ളാഹുവിന് ഇബാദത്ത് നൽകുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് കൃത്യമായിട്ടും കേൾക്കുക, അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന നസീഹത്ത് എന്ന് പറഞ്ഞാൽ. വലിയ കിതാബിഹി, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ, അതിന് നമ്മൾ നസീഹത്ത് കൊടുക്കണം, അതിൻ്റേതായ പരിഗണന നമ്മൾ കൊടുക്കണം. ഒന്ന്, പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മൾ പാരായണം ചെയ്യണം, നമ്മൾ ഓതണം. മാത്രമല്ല ഖുർആൻ മനഃപ്പാടമാക്കണം. അതേപോലെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. ഖുർആൻ ഹറാമാക്കിയത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ രീതിയിലൊക്കെ പരിശുദ്ധ ഖുർആനെയും നമ്മൾ അതിനെ കണക്കിലെടുക്കണം, അതിനെയും നമ്മൾ ഗുണം കാംക്ഷിക്കണം. വലിയ റസൂലിഹി, റസൂലിന് നമ്മൾ ഉപദേശം നൽകാം. ഉപദേശം നൽകുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുണം കാംക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ കൃത്യമായി അനുസരിക്കണം, നമ്മൾ വഴിപ്പെടണം, നമ്മൾ കേൾക്കണം. പ്രവാചകൻ എന്തോ പറഞ്ഞോ അതെല്ലാം നമ്മൾ ആ ജീവിതത്തിൽ അതേപടി നമ്മൾ പുലർത്തണം. അപ്പോഴാണ് വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട്. പലപ്പോഴായിട്ട് ഒരു സമൂഹത്തിന് ഒരാളെ നേതാവാക്കിയിട്ടുണ്ടാകും, ഒരു ടീമിൽ ഒരാളെ നേതാവാക്കിയിട്ടുണ്ടാകും. ആ നേതാവിനോട് നമ്മൾ കൊടുക്കേണ്ട പരിഗണന, അയാൾ പറഞ്ഞത് കൃത്യമായി കേൾക്കണം, അയാളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം, അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഈ രീതിയിൽ അയിമ്മത്തിൽ മുസ്ലിമീങ്ങൾ നേതാക്കളോട് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. വഅമ്മത്തിഹിം, പൊതുജനങ്ങളോട് നമ്മൾ നസീഹത്ത് നൽകണം, അവർക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ അവരോട് നമ്മൾ കരുണ കാണിക്കേണ്ടി വരും, വലിയ ആളുകളോട് ബഹുമാനിക്കേണ്ടി വരും. ചില ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ നമ്മൾ ഉപദേശിക്കേണ്ടി വരും, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. തെറ്റുകൾ കണ്ടാൽ ചിലപ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ടി വരും. ചില ആളുകളെ സഹായിക്കേണ്ടി വരും. ഇങ്ങനെ പൊതുജനങ്ങളോട് നമ്മൾ കൊടുക്കേണ്ട പരിഗണന, നമ്മൾ കൊടുക്കേണ്ട ഗുണം കാംക്ഷിക്കേണ്ടതുണ്ടാകും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ടാകും. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പ് നസീഹത്തിലൂടെയാണ്. അത് അള്ളാഹുവിനോടാവട്ടെ, അള്ളാഹുവിൻ്റെ കിതാബിനോടാവട്ടെ, മുസ്ലിങ്ങളോടാവട്ടെ, അല്ലെങ്കിൽ പ്രവാചകനോടാവട്ടെ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോടാവട്ടെ, അല്ലെങ്കിൽ പൊതു മുസ്ലിമീങ്ങളോടാവട്ടെ, എല്ലാവരോടും നമുക്ക് ചെയ്യാനുള്ളത് നസീഹത്ത്, ഗുണം കാംക്ഷിക്കുക എന്നുള്ളതാണ്. റവാഹു മുസ്ലിം, ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി 8ാമത്തെ ഹദീസ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ചിലയിടത്തൊക്കെ നിങ്ങൾ കാണാം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമ എന്നുള്ളത്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവും പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവും മകൻ അബ്ദുല്ലയും രണ്ടുപേരും സ്വഹാബിമാരായിരുന്നു. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർതു അൻ ഉഖാത്തില നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു.
ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹത്താ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നത് വരേക്കും, എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരേക്കും ഞാൻ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. വ യുഖീമു സലാത്ത, അതേപോലെ അവർ നിസ്കാരം നിലനിർത്തുന്നത് വരേക്കും. വ യുഅ്തു സക്കാത്ത, സക്കാത്ത് നൽകുന്നവരേക്കും, എന്നാൽ ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ നിറവേറ്റുന്നത് വരേക്കും ഞാൻ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ കാഫിരീങ്ങളായ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളോട് യുദ്ധം ചെയ്യണം. ഏതുവരെ? അവർ മുഅ്മിനാകുന്നത് വരേക്കും, അല്ലെങ്കിൽ അവർ നിസ്കാരം നിലനിർത്തുന്നത് വരേക്കും, അവർ സക്കാത്ത് കൊടുക്കുന്നത് വരേക്കും അവരോട് യുദ്ധം ചെയ്യണമെന്നാണ്. ഇതൊക്കെ ചെയ്താലോ ഫൈദാ ഫഅലു ദാലിക, ഇതൊക്കെ ചെയ്താൽ എന്നാൽ അവർ ഇസ്ലാമിലേക്ക് വരികയും എന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും മാത്രമല്ല ഇസ്ലാമിൻ്റെയും ഈമാൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, 3 പറഞ്ഞു എന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അസമൂ മിന്നി, എന്നിൽ നിന്ന് അവർ തടഞ്ഞിരിക്കുന്നു, ദിമാഅഹും അവരുടെ രക്തത്തെയും അംവാലഹും അവരുടെ സമ്പത്തിനെയും തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്നിൽ നിന്ന് അവരുടെ സമ്പത്തിനെയും അവരുടെ രക്തത്തെയും തടഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഓലെന്താൻ പറ്റില്ല, എനിക്ക് അവരെ കൊല്ലാനോ അവരെ മുറിവേൽപ്പിക്കാനോ അവരുടെ സമ്പത്ത് അപഹരിക്കാനോ എനിക്ക് പറ്റൂല. കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നു, അവർ നമ്മുടെ സഹോദരന്മാരായി, പിന്നെ അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ കൊള്ളടിക്കാനോ അവരുടെ സമ്പത്തിൽ കൊണ്ടുവരാനോ നമുക്ക് പറ്റൂല. ഇല്ലാ ബി ഹക്കിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹക്കിൽ വേണ്ടിയിട്ടല്ലാതെ. കാരണം ഇസ്ലാമിൻ്റെ ഹക്കുണ്ട്. ഒരാൾ എന്ത് ചെയ്തു, കട്ടെടുത്താൽ കൈമുറിക്കണമെന്നുണ്ട്, അപ്പോൾ മുസ്ലിം ആണെങ്കിലും ഓനെ കൈമുറിക്കും. അത് ഇസ്ലാമിൻ്റെ ഹക്കാണ്. ഒരാൾ മറ്റൊരാളെ കൊന്നു നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇവനെ കൊല്ലും. അത് ഇസ്ലാമിൻ്റെ ഹക്കിന് വേണ്ടിയിട്ടാണ്. ആ ഇസ്ലാമിൻ്റെ ഹക്കിന് വേണ്ടിയിട്ടല്ലാതെ അവനിൽ നിന്ന് ഒരു രക്തമോ അല്ലെങ്കിൽ ഒരു നയാ പൈസയോ നമുക്ക് എടുക്കാൻ പറ്റൂല. അത് അവൻ തടഞ്ഞിരിക്കുന്നു. തടയാള കാരണം അവൻ ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ്. ഹിസാബുഹും അലല്ലാഹ്, അവൻ്റെ ഹിസാബ് അള്ളാഹുവിന്. കാരണം എന്താ വെച്ചാൽ ചില ശത്രുക്കൾ നമ്മൾ അവരോട് യുദ്ധം ചെയ്യുമ്പോൾ അവരെ എന്ത് ചെയ്ത് ശത്രുവാണെന്ന് നൽകി നമ്മൾ അവനെ വെട്ടാൻ പോകുമ്പോൾ അവൻ എന്ത് ചെയ്യും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അവൻ ഇസ്ലാമിലേക്ക് വരും. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ വെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഹൃദയം കൊണ്ട് ചിലപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്താൻ പാടില്ല, അവനെ വെട്ടാൻ പാടില്ല. അവൻ ഉറപ്പാ ഹൃദയത്തിൽ അംഗീകരിച്ചിട്ടില്ല, അവൻ നാവ് കൊണ്ട് വെറുതെ കഴിച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് അവനെ വെട്ടാൻ പറ്റൂല. അവൻ നാവ് കൊണ്ട് പറഞ്ഞോ എങ്കിൽ പിന്നെ നമുക്ക് അവനെ വെട്ടാനോ അല്ലെങ്കിൽ അവനെ ആക്രമിക്കാനോ പറ്റൂല. പിന്നെ ഓൻ പറഞ്ഞത് നാവ് കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ ഹൃദയത്തിലോ അംഗീകരിച്ചോ ഇല്ലേ, അതൊക്കെ അള്ളാഹു നോക്കിക്കോളും. ഹിസാബുഹും അലല്ലാഹ്, അവൻ്റെ ഹിസാബ് അള്ളാഹുലാണ്. അപ്പം ഇനി ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാളിങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടാൽ അത് നല്ല കാര്യം ചെയ്ത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ല കാര്യം എന്ന് മനസ്സിലാക്കുക. ഇനി ഓൻ ചെയ്യുന്നത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഓൻ്റെ നിയ്യത്ത് എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു നോക്കിക്കോളും. ഹിസാബുഹും അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്താണ് അതിൻ്റെ ഹിസാബ് എന്നുള്ളതാണ്. റവാഹുൽ ബുഖാരി മുസ്ലിം അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാകുന്നു എന്നർത്ഥം. ഇനി 9ാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ അബീ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്നാണ്. അബീ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ശരിക്കും പേരതാണ് അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്നാണ്. റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅ്തും. മാനഹേത്തുക്കും അനു വജ്തനിബൂഹു, ഞാൻ നിങ്ങൾക്ക് നിരോധിച്ച കാര്യങ്ങളുണ്ടാകും, അത് നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ അത് വെടിയണം, നിങ്ങൾ അത് ഒഴിവാക്കണം. കള്ള് കുടിക്കാൻ പാടില്ല, അത് ഞാൻ നിങ്ങൾ നിരോധിച്ചതാണ്, അങ്ങനെയെങ്കിൽ കള്ള് നമ്മൾ ഒഴിവാക്കണം. കളവ് പറയാം, അത് നിങ്ങൾക്ക് നിരോധിച്ചതാകുന്നു, അത് നിങ്ങൾ ഒഴിവാക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വിരോധിച്ചിട്ടുള്ളത്, ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ പരിപൂർണമായിട്ടും ഒഴിവാക്കണം. അതിൽ നിന്നും നിങ്ങൾ ഒന്നും കൊണ്ടുവരാൻ പാടില്ല, പരിപൂർണമായി നിങ്ങൾ ഒഴിവാക്കണം. വമാ അമർത്തുക്കും ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. 5 വക്ത് നിസ്കരിക്കണമെന്നും ഇടയ്ക്ക് സുന്നത്ത് നിസ്കരിക്കണമെന്നും സുന്നത്ത് നോമ്പ് എടുക്കണമെന്നും പിന്നെ ഓരോ ദിക്റുകൾ ചെല്ലണമെന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഫഅ്തു മിൻഹു, നിങ്ങൾ അതിൽ നിന്ന് കൊണ്ടുവരണം. മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ടുവരണം. ഇവിടെ ശ്രദ്ധിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു കൊടുത്ത്, നാം വിരോധിച്ച കാര്യങ്ങൾ മുഴുവനായിട്ടും ഒഴിവാക്കാനാണ് പറഞ്ഞത്. കഴിയുന്നത് ഒഴിവാക്കുക അങ്ങനല്ല. ഹറാമുകളിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത് ഒഴിവാക്കുക, ബാക്കിയൊക്കെ ചെയ്തോളി, അങ്ങനെയാണോ? അല്ല, ഹറാമുകളിൽ നിന്ന് നിങ്ങൾ മുഴുവനായിട്ടും ഒഴിവാക്കണം, ഒന്നും ചെയ്യരുത്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായിരുന്നെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. സുന്നത്തുകളായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്, സുന്നത്തായിട്ട് ചെയ്യാൻ കൽപ്പിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് കഴിയുന്നത് ചെയ്യാം. 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നവൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, 10 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നവൻ 10 റക്അത്ത് നിസ്കരിക്കട്ടെ. അവൻക്ക് എന്താണോ കഴിയുന്നത്, അവൻ്റെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യം അനുസരിച്ച് അവൻക്ക് കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത്രയും അവൻ കൊണ്ടുവരണം എന്നുള്ളതാണ്.
അപ്പോൾ പള്ളിയിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ സുന്നത്തുകൾ കൊണ്ടുവരാൻ സാധിക്കും. വീട്ടിൽ താമസിക്കുന്ന ഉമ്മമാർക്കാണെങ്കിൽ അവർക്ക് അവരുടെയുമായി ബന്ധപ്പെട്ട ധാരാളം സുന്നത്തുകൾ എന്ത് ചെയ്യും അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഏതൊരാളും അവൻക്ക് കഴിയുന്ന രീതിയിലുള്ള സുന്നത്തുകൾ അല്ലെങ്കിൽ അവൻ കഴിയുന്ന രീതിയിലുള്ള ഈ കൽപ്പനകൾ അവൻ കൊണ്ടുവരട്ടെ, അവൻ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മറ്റൊരു കാര്യം, ഫഇന്നമാ അഹ്ലക്കല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളായിരുന്ന ആളുകളൊക്കെ നശിച്ചത് എന്താണോ, അവരെ നശിപ്പിച്ചത് കസ്റത്തു മസായിലിഹിം, അവരുടെ ധാരാളം ചോദ്യങ്ങളാണ്. ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഇത് ശരിയാവോ, ഇങ്ങനെ വേണോ, ഇങ്ങനെ വേണ്ടേ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുക. ഈ ചോദ്യമാണ് അവരെ നശിപ്പിച്ചത്. പ്രധാനമായിട്ടും എന്തിനത് ബനു ഇസ്രായേലാണ്. ബനു ഇസ്രായേലിൻ്റെ എന്തിനത് ഖുർആന്റെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞത് ഇവരെ ചോദിച്ച് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ, ഒരാൾ മരിച്ചപ്പോൾ അയാൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കൊന്നതാരാണെന്ന് അറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം ഒരു പശുവിനെ ഇറക്കാനും അതിൻ്റെ കാലുകൊണ്ട് അയാൾ അടിക്കാനൊക്കെ പറഞ്ഞത്. മൂസ നബി അലൈഹി ഇസ്ലാം എന്നത് പശുവിനെ ഇറക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നത്, എങ്ങനത്തെ പശുവാണ്, അതിൻ്റെ നിറം എന്താകുന്നു, അതിൻ്റെ രൂപം എന്താകുന്നു, ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഇതെന്നല്ല, പലപ്പോഴായിട്ടും ബനു ഇസ്രായേൽ വെറുതെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവർ ധാരാളം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചാണ് അവരെന്ത് ചെയ്തു, നശിച്ചു പോയത്. അവരെ നശിപ്പിച്ചത് അവരുടെ ചോദ്യത്തിൻ്റെ ആധിക്യം തന്നെയാകുന്നു. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, മറ്റൊന്ന് അവരെ നശിപ്പിച്ച മറ്റൊരു കാര്യമാകുന്നു അവരുടെ അമ്പിയാക്കളുടെ മേൽ എന്ത് ചെയ്യുന്നത്, അവരുടെ ഇഖ്തിലാഫ്, അവരുടെ അഭിപ്രായ വ്യത്യാസം. അവർ ചില അമ്പിയാക്കൾ സ്വീകരിക്കും. എന്നാൽ ബനു ഇസ്രായേലിലേക്കാണ് ധാരാളം അമ്പിയാക്കൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ വന്നത് ബനു ഇസ്രായേലിലേക്കാകുന്നു. ആ ബനു ഇസ്രായേലിൽ പലപ്പോഴും ചില അമ്പിയാക്കൾ അംഗീകരിക്കും, ചിലർ അംഗീകരിക്കൂല. മാത്രമല്ല ചില അമ്പിയാക്കളുടെ ചില കാര്യങ്ങൾ അംഗീകരിക്കും, ചിലത് അംഗീകരിക്കൂല. ഇങ്ങനെ അമ്പിയാക്കളുടെ പേരിൽ ധാരാളം ഇഖ്തിലാഫുകൾ. ചില മനുഷ്യന്മാർ അംഗീകരിക്കും, ചില മനുഷ്യന്മാർ അംഗീകരിക്കൂല. ഈ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിഭിന്നതകളുമാണ് അവരെ നശിപ്പിച്ചത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ പാഠം ഉൾക്കൊള്ളാണ്ട്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നേരെ എന്ത് ചെയ്യും, നമ്മൾ നടപ്പിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നിർവഹിക്കുക. ഇതെന്തിനാ ഇങ്ങനെ എന്നിങ്ങനെ എന്ത് ചെയ്യാം ചോദിക്കരുത്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് സുബഹി നിസ്കാരം 2 റക്അത്തായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് 2 റക്അത്ത് ഏതായാലും എന്ത് ചെയ്ത് രാവിലെ നീക്കല്ലേ, എന്നൊരു 4 റക്അത്തോ 10 റക്അത്തോ ആക്കാലോ, അത്രയും നിസ്കരിക്കാലോ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ, ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാതെ അതിൻ്റെ ഹിക്മത്തുകൾ, യുക്തി എന്താണെന്ന് ഇങ്ങനെ കൂടുതൽ അന്വേഷിക്കാതെ കൃത്യമായിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മോട് കൽപ്പിച്ചത് കൃത്യമായിട്ട് ഇങ്ങനെ നിർവഹിച്ചു പോരാ. റവാഹുൽ ബുഖാരി മുസ്ലിം. അടുത്ത 10ാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവാനാണ്. ത്വയ്യിബ് എന്നാൽ നല്ലതാണെന്നർത്ഥം. കേടുപാടുകളില്ലാത്ത, മോശത്തരങ്ങളില്ലാത്ത ഒരു പരിശുദ്ധമാണ് അല്ലേ. 916 എന്ന് പറയും. അതല്ല അത്രയും തങ്കമാണെന്നർത്ഥം. ത്വയ്യിബൻ വളരെ ശുദ്ധനാകുന്നു, സംശുദ്ധനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അമൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ അമൽ, ഇഖ്ലാസുള്ള അമലാണ് അല്ലാഹു സ്വീകരിക്കുക. ഒരാളെന്ത് ചെയ്യുന്നത്, നിസ്കരിക്കുകയാണ്, ആൾക്കാർ കാണാൻ വേണ്ടി നിസ്കരിക്കാൻ നിൽക്കാം. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഭയങ്കര നിസ്കാരക്കാരനാണ് എന്ന് പറയാൻ വേണ്ടി നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കില്ല. എന്ന് മാത്രമല്ല ഒരാൾ നിസ്കരിക്കുന്നത് 2 ഉദ്ദേശം, അല്ലാഹു സ്വീകരിക്കുമാണ്, ആളുകൾ കാണുമാണ് എന്നൊക്കെ, എന്നാലും അല്ലാഹു സ്വീകരിക്കില്ല. വെറും അല്ലാഹുവിന് വേണ്ടി മാത്രം, മുഖ്ലിസീൻ ലഹുദ്ദീൻ അല്ലെ, മുഖ്ലിസീൻ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി മാത്രം എന്ന രീതിയിൽ, ഇയ്യാക നഅ്ബുദു, അല്ലാഹു നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി അള്ളാഹുവിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചാലേ, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ അമൽ ചെയ്താലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതൊക്കെ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബിയെ ഖുർആൻ പലപ്പോഴും കാണാം, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മുഅ്മിനീങ്ങൾക്കും ബാധകമാണെന്നർത്ഥം. മുഅ്മിനീങ്ങളും അത് ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിനായിട്ട് ഖുർആൻ പറയുന്നു, ഫഖാലത്ത് ആല, ഖുർആൻ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, മുർസലീങ്ങളെ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ല ത്വയ്യിബായ സാധനങ്ങൾ നമ്മൾ ഭക്ഷിക്കുക, വഅമലു സ്വാലിഹ, നിങ്ങൾ സ്വാലിഹായ നല്ല പ്രവർത്തനങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് മുർസലീങ്ങൾക്കുള്ള കൽപ്പനയാണെങ്കിൽ പോലും ഇത് ആർക്കും കൂടിയുള്ളതാണ്, പൊതുജനങ്ങൾക്കും മൊത്തം മുഅ്മിനീങ്ങൾക്കുള്ള കൽപ്പനയാകുന്നു. ഒന്ന്, ത്വയ്യിബായത് നമ്മൾ ഭക്ഷിക്കുക. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ
വളരെ എന്തിനത് സംതൃപ്തിയോടുകൂടെ അല്ലെങ്കിൽ എന്തിനത് വളരെ നല്ലതായ സാധനം. ഹലാൽ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഹറാം ഹലാലൊക്കെ ഉണ്ടാവും. അതിലെ ഹലാലായാൽ മാത്രം പോലെ ഹലാലും തൊയ്യിബും ആവണം. ഉദാഹരണത്തിന് പറയാം, ഒരാളുടെ സമ്പത്ത്, ഞാൻ ഒരാളുടെ സമ്പത്ത് വാങ്ങാണ്, അയാൾക്ക് ജോലി ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് 90% ഹറാമാവാനാണ് സാധ്യത, ഒരു 10% ഹലാലാവാൻ സാധ്യതയുണ്ട്. കാരണം അയാൾക്ക് വേറെ ജോലിയുണ്ട് അല്ലെങ്കിൽ വേറെ കുറേ വരുമാനം ഉണ്ട്. പക്ഷേ കൂടുതൽ വരുമാനവും പലിശയിൽ നിന്നാണ് അല്ലെങ്കിൽ ഹറാമിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ അയാൾ തരുന്ന ഭക്ഷണം അല്ലെങ്കിൽ അയാൾ തരുന്ന പൈസ, അയാൾ വാങ്ങിത്തരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ലേ? ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അത് ഹലാലാണ്. കാരണം അത് 10% 10% ഹലാലാവാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ഹലാലാണെന്നാണ്. പക്ഷേ തസൂഫിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അത് തൊയ്യിബല്ല. കാരണം അയാളുടെ സമ്പത്തിൽ അധികവും ഹറാമാവാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഹലാലാണെങ്കിൽ പോലും അത് തൊയ്യിബല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തിനത് കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ പ്രാഗിയിട്ടൊക്കെ എന്തിന് കുറച്ച് സാധനം ഭക്ഷണം തന്നത് കൊണ്ടുപോയിക്കോ പറഞ്ഞ് തന്നാൽ ഏതായാലും നമുക്ക് തന്ന സ്ഥിതിക്ക് അത് ഹലാലായും ഭക്ഷിക്കാം. പക്ഷേ അത് തൊയ്യിബല്ല. കാരണം അയാൾ മനസ്സംതൃപ്തിയോട് കൂടെ തന്നതല്ല. അതാണ് ഹലാലും തൊയ്യിബും തമ്മിൽ. അപ്പം മുർസലീങ്ങളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ തൊയ്യിബ് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ്. വഅമലു സ്വാലിഹ, നല്ല പ്രവർത്തനങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് മുർസലീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു. ആ കൽപ്പന മൊത്തം മുഅ്മിനീങ്ങൾക്കുള്ളതും കൂടിയാണ്. വഖാൽ തആല, മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയ റിസ്ക് ഉണ്ടല്ലോ, ഭക്ഷണം എന്നല്ല, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ വസ്ത്രം എന്താണെങ്കിലും അതിൽ നിന്ന് ത്വയ്യിബ് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനം ഹലാലാവാനും ഹറാമാവാനും സാധ്യതയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഹലാലാവാം, പക്ഷേ അത് ത്വയ്യിബാവുകയില്ല. അതുകൊണ്ട് ത്വയ്യിബിൽ മാത്രം നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഭക്ഷിക്കുന്നിടത്ത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി നമ്മൾ ഹലാലായത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ത്വയ്യിബായ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ ഉദാഹരണത്തിന് പറയാം, ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്ത് മുസ്ലിങ്ങളില്ലാത്തൊരു നാട്ടിൽ പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഇറച്ചി മുസ്ലിങ്ങൾ അറുക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ നാട്ടിൽ മുസ്ലിങ്ങളില്ല. അപ്പം അമുസ്ലിങ്ങളാണ് അത് അറക്കാൻ സാധ്യത എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് അവിടുന്ന് ഇറച്ചി ഭക്ഷിക്കൽ ഹലാലാണ്. കാരണം ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അമുസ്ലിമാണ് അർത്ഥത എന്ന് ബോധ്യപ്പെട്ടാലേ അത് ഹറാമാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഭക്ഷിക്കാതിരിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് അത് അമുസ്ലിമാണെന്ന് ബോധ്യപ്പെടാത്ത കാലത്തോളം നമുക്ക് കഴിക്കാം, പക്ഷെ അത് ത്വയ്യിബാവുകയില്ല. കാരണം സാധ്യത വെച്ച് നോക്കുമ്പോൾ അത് മുസ്ലിമീങ്ങളാവാൻ സാധ്യതയില്ലെങ്കിൽ അത് ത്വയ്യിബാവുകയില്ല. ഇങ്ങനെ നാം നൽകിയ ഭക്ഷണത്തിൽ നിന്ന് ത്വയ്യിബ് നിങ്ങൾ ഭക്ഷിക്കുക, നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. അങ്ങനെ എന്ത് ചെയ്തു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നീണ്ട കഥ പറഞ്ഞു. ആ കഥയിൽ സുമ്മ ദക്കറ റജുല, ഒരു മനുഷ്യനെ സ്മരിച്ചു. യുത്തീരു സഫർ, കുറേ യാത്ര ചെയ്തിട്ടുണ്ട് അയാൾ. ഓരോ ഇബാദത്തിന് വേണ്ടി ഇൽമിന് വേണ്ടിയിട്ടൊക്കെ കുറേ യാത്രകൾ ചെയ്ത ഒരാൾ. അഷ്അസ് അഖ്ബറ, അഷ്അസ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാം, ജട കുത്തിയാണ്. കാരണം കുറേ യാത്ര ചെയ്താലൊക്കെ എന്തിനത് കുളിക്കാതൊക്കെ എന്നാൽ മുടിയൊക്കെ ആകെ ജട കുത്തിയിട്ടുണ്ടാവും. അഖ്ബർ എന്ന് പറഞ്ഞാൽ പൊടിയായിട്ടുണ്ടാവും, ആകെ യാത്രാ ക്ഷീണം അല്ലെങ്കിൽ യാത്രൻ്റെ പൊടിയും ഒക്കെ ആയിട്ട് മുടിയും ഒക്കെ ശരീരത്തിലൊക്കെ ആകെ പൊടിയായിട്ടുണ്ടാവും. യമുദ്ദു യദൈഹി ഇലസ്സമായി, ഓനെ ആകാശത്തേക്ക് കൈ ഉയർത്താൻ അള്ളാഹുവെ എന്ന് ദുആ ചെയ്യണം അവൻ. യാ റബ്ബ്, അള്ളാഹുവേ. പക്ഷേ മത്അമുഹു ഹറാം, ഓൻ കഴിച്ച ഭക്ഷണം ഹറാമാണ്. കാരണം യാത്രയിൽ എന്ത് ചെയ്തു, എവിടുന്ന് കട്ടെടുത്ത ഭക്ഷണമാണ് തിന്നത്. മശ്റബുഹു ഹറാം, അവൻ കുടിച്ച വെള്ളം ഹറാമാണ്. മൽബസുഹു ഹറാം, ഓട്ട വസ്ത്രവും ഹറാമാണ്. എവിടുന്ന് പൊക്കിയിട്ടാണ് വസ്ത്രം ഇട്ട് നിൽക്കുക. ഒദിയ ബിൽ ഹറാം എന്ന് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് നേരത്തെ അവൻ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചിരുന്നു, അതുപോലും ഹറാമാണ്. ഇങ്ങനെ ഹറാം ഭക്ഷിക്കുന്ന, ഹറാം ധരിക്കുന്ന ഒരാൾ, അയാൾ ദുആ ചെയ്തിട്ട് ഫഅന്നാ യുസ്തജാബു ലഹു, അവനക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാ? നബി തങ്ങൾ പറയണം ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ അവനക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാ? കാരണം ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, അവൻ ധരിക്കുന്ന വസ്ത്രം ഹലാലായിരിക്കണം, അവൻ ദുആ ചെയ്യുന്ന സ്ഥലം ഹലാലായ സ്ഥലമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഹലാലുമായി ബന്ധപ്പെട്ട ഒരു ശരീഅത്തിൽ നിന്ന് ദുആ ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഹറാം ഭക്ഷിച്ചാൽ പിന്നെ ആ ശരീഅത്തിൽ നിന്നുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പലയിടത്തും നമ്മൾ ഹറാമിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ദുആ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പരിപൂർണമായിട്ടും ഹലാലുമായിട്ടും കഴിയുന്നതും ത്വയ്യിബുമായിട്ടും ബന്ധപ്പെടാനും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അടുത്തത് 11ാമത്തെ ഹദീസ്. അൻ അബി മുഹമ്മദ് ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബിൻ സിബ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ അബൂ ത്വാലിബിൻ്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അവരെ തൊട്ടാണ്. അവർ
റൈഹാനത്തിഹി റളിയല്ലാഹു അൻഹുമാ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയും അതേപോലെ നബി തങ്ങളുടെ റൈഹാനത്ത് പറഞ്ഞാൽ പുഷ്പമാണ്, പൂവ്, റൈഹാന പൂവുമായ ആര് ഹസൻ റളിയല്ലാഹു അൻഹു. അതൊക്കെ എന്ന് വെച്ചാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ 2 റൈഹാൻ പുഷ്പങ്ങളായാണ് കണ്ടിരുന്നത്. കാരണം നബിതങ്ങളും ആ പേരക്കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധവും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവുമായിരുന്നു ഈ ഒരു പുഷ്പം എന്ന രീതിയിൽ, എന്നാൽ റൈഹാനത്ത് എന്ന ഒരു പുഷ്പം എന്ന രീതിയിൽ സൂചിപ്പിക്കാനുള്ള കാരണം. ഏതായാലും എന്തിനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു, എന്താ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഞാൻ മനഃപ്പാടമാക്കി. ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം വല്ലിപ്പയിൽ നിന്ന് പേരക്കുട്ടി മനഃപ്പാടമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലിപ്പ പേരക്കുട്ടികൾക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കണമെന്നും പേരക്കുട്ടികൾ വല്ലിപ്പയിൽ നിന്ന് ഉപദേശങ്ങൾ കേൾക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏതായാലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു മനഃപ്പാടമാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം എന്താ, ദഅമ യരീബുക്ക ഇലാമാ യരീബുക്ക. കുറഞ്ഞുള്ളൂ, പക്ഷെ അർത്ഥം വലുതാണ്. എന്നാണ് നീ ഒഴിവാക്കുക, മാ യരീബുക്ക നിന്നെ സംശയത്തിലാക്കുന്ന, നിന്നെ യക്കശക്ക് എന്ന് പറയും അല്ലേ, ഒരു ഇടയാട്ടത്തിലാക്കുന്ന സംശയത്തിലാക്കുന്ന ഒരു കാര്യത്തെ നീ ഒഴിവാക്കുക, ഇലാ മാല യരീബുക്ക സംശയമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഒഴിവാക്കുക. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒരു കല്യാണത്തിന് പോവാണ്, അയാൾ ഭയങ്കര സമ്പന്നനായ ഒരാൾ, അയാളുടെ സമ്പത്ത് പലവും ഹറാമുമായ, അയാൾക്ക് കള്ളുഷാപ്പോ അല്ലെങ്കിൽ സിനിമ തിയേറ്ററോ അങ്ങനെ മുക്കുള്ള, മാത്രമല്ല വേറെ വരുമാനമുണ്ട്, പല വരുമാനങ്ങളുണ്ട്. അപ്പോൾ അയാളുടെ വീട്ടിൽ പോയ അയാളുടെ ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കൽ നമുക്ക് സംശയം, ഹറാമാകുമോ അതോ ഇനി ഹലാലാകുമോ ഒക്കെ സംശയം. ഇങ്ങനെ സംശയമുള്ളത്. നേരെ മറിച്ച് അയാളെ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ പോന്നാൽ എന്ത് ചെയ്തു? സംശയമില്ല, കാരണം ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോഴേ സംശയമുള്ളൂ ഇനി ഹറാമാവോ ഹലാലാവോ എന്നൊരു സംശയം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നൊക്കെ, ഇത് വീഡിയോ കണ്ടാൽ ഹറാമാവോ ഹലാലാവോ സംശയം, കാണാതിരിക്കാം, പിന്നെ സംശയമില്ലല്ലോ. അപ്പോൾ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യത്തെ സംശയമില്ലാത്തൊരു കാര്യത്തിലേക്ക് നീ ഒഴിവാക്കുക എന്നാണ് ഇപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞത്. ആശയം മനസ്സിലായിട്ടുണ്ടാവും. നല്ലൊരു കാര്യം ചെയ്യുക, സംശയം ചെയ്താൽ അത് തെറ്റാകുമോ ശരിയാകുമോ എന്നൊക്കെ സംശയമാണെന്നെങ്കിൽ ചെയ്യാതിരിക്കുക കാര്യം. അപ്പോഴാണ് എന്തിനത് സംശയമുടമാക്കുന്ന കാര്യങ്ങളെ സംശയമില്ലാത്ത കാര്യങ്ങളിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞത്. വിശദമായി പറയണ്ട പല എന്ത് ചെയ്യാം ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കിയ വിശാലമായ അർത്ഥങ്ങളിലേക്ക്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്തിനത് ശരിയായോ ശരിയായില്ലേ ഇങ്ങനെയൊക്കെ സംശയം വരികയാണെങ്കിൽ തീരെ ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ലത് ഒരു ഗ്ലാസ് എന്ത് ചെയ്യുന്നത് ഒരു മുന്തിരിക്കള്ളുണ്ട്, അപ്പുറത്ത് എന്ത് ചെയ്യുന്നത് പാലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ചായയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ജ്യൂസോ അങ്ങനെ എന്തുണ്ട്. അപ്പോൾ ഈ മുന്തിരിച്ചാറ് അതിന് കള്ളയിക്കണോ ഇല്ലേ സംശയം. മുന്തിരിച്ചാറ് കള്ളായ പിന്നെ കുടിക്കാൻ പാടില്ല, ഹറാമാണ്. അല്ല മുന്തിരിച്ചാറ് ഇത് സംശയം. വന്ന് ഒഴിവാക്കുക, നേരെ മറിച്ചോ എന്ത് ചെയ്യുക, ആ പാൽ കുടിച്ചാൽ അല്ലെങ്കിൽ ആ ജ്യൂസ് കുടിച്ചാൽ എന്നാൽ പിന്നെ എന്തില്ല സംശയമില്ല. അപ്പോൾ സംശയമുള്ളതിൽ നിന്ന് സംശയമില്ലാത്തതിലേക്ക് നമ്മൾ മാറുക എന്നർത്ഥം. ഓരോ ഉദാഹരണങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാനുണ്ട്. ഏതായാലും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. റവാഹു തുർമുദി നിസായി എന്തിനത് തുർമുദി ഇമാം നിസായി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 12ാമത്തെ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി. ഒരു മനുഷ്യന് പറ്റിയ ഏറ്റവും നല്ല പരിപാടി എന്താ, ഓനക്ക് ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. ചുരുക്കി പറഞ്ഞതാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൽപ്പെട്ട ഏറ്റവും നല്ല കാര്യമാണ് തെറുക്കുഹു അവൻ ഒഴിവാക്കുക, മാ ലാ യഅനിഹി അവനെ ബാധിക്കാത്ത ഒരു കാര്യം അവൻ ഒഴിവാക്കുക. അവനെ ബാധിക്കാത്ത ഒരു കാര്യം അവൻ ഒഴിവാക്കുക. ഓനെ നടന്നുകൊണ്ട സമയത്ത് അങ്ങാടിയിൽ എന്ത് ചെയ്യും, വല്ല തർക്കം നടക്കുന്നുണ്ട്, എന്തെങ്കിലും തല്ലെടുക്കണമെന്നൊക്കെ ഓന് വെറുതെ അവിടെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യാം, അവിടെ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കി അവിടെ ഒന്ന് കൊടുത്ത് ഇവിടെ ഒന്ന് കൊടുത്ത് വെറുതെ അത് ഇന്നെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഇടപെടാതിരിക്കുക. ഫേസ്ബുക്കിൽ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു വിഷയം നടന്നു, അതിലിപ്പോൾ ഞാൻ ഇടപെട്ടാൽ എന്ത് ചെയ്യുന്നത്, വെറുതെ അങ്ങനെ ഇടപെടണം. എന്നെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ ഇടപെടാതിരിക്കുക. തെർക്കുഹു മാല യാനിഹി അവനെ ബാധിക്കാത്ത ഒരു കാര്യം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിനെ ഏറ്റവും നല്ല ഇസ്ലാം അതന്നെ. ഓൻ നല്ല വ്യക്തിയാണോ എന്നുള്ളത് തെളിവെന്ന് എന്ത് ചെയ്യുക, ഓൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. വിവാദ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഓനെ ബാധിക്കാത്ത എന്തിനത് ഓനക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഓൻ ഇടപെടാറില്ല എന്നുള്ളത് തന്നെയാണ് ഓനെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ നല്ലൊരു ഇസ്ലാം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ ഒരു വ്യക്തിയുടെ നല്ല ഇസ്ലാമിൽ പെട്ടതാകുന്നു അവനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഓക്കെ, ഹദീസിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി ഏത് ഉദാഹരണങ്ങളും നിത്യജീവിതത്തിൽ നടക്കുന്ന ഏത് കാര്യത്തിലും ഇത് അപ്ലിക്കബിൾ ആക്കാം. 13ാമത്തെ ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. അൻ അബി ഹംസ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു
ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായി ചെറുപ്പം മുതൽ തന്നെ എന്ത് ചെയ്യുന്നത് സേവകനായിട്ടുണ്ടായിരുന്നാണ് അനസ് റളിയല്ലാഹു അൻഹു. അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളിൽ നിന്ന് ഒരുത്തരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി തൻ്റെ സഹോദരനെ അവൻ ഇഷ്ടപ്പെടുന്നത് വരേക്കും മാ യുഹിബ്ബു ലി നഫ്സിഹി എനിക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരേക്കും ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് 2 കുട്ടികൾ നിന്നൊക്കെ അവരോട് എന്ത് ചെയ്യുന്നത് 2 മിഠായി എടുക്കാൻ പറഞ്ഞാൽ വലിയ മിഠായി ഒരാൾ എടുക്കും. കാരണം മറ്റൊരുക്ക് എന്ത് ചെയ്യുന്നത് ചെറുത് കുട്ടികൾ മതി അവർക്ക് വലുതെടുക്കും. നേരെ മറിച്ച് എന്ത് ചെയ്യുന്നത് വലുതെടുത്തിട്ട് മറ്റൊർക്ക് കൊടുക്കുക. കാരണം എനിക്ക് വലുതാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ ശരീരത്തിന് ഏറ്റവും താല്പര്യം വലുതാകുന്നു. പക്ഷേ എന്നെക്കാളും ഞാൻ എൻ്റെ സഹോദരൻ എന്ത് ചെയ്യാം പ്രാമുഖ്യം കൽപ്പിക്കുന്നു. വലുതെടുത്തിട്ട് ഓനക്കന് കൊടുക്കുക, എന്നിട്ട് ചെറുത് ഞാൻ എടുക്കുക. അങ്ങനെ ചെയ്താൽ പരിപൂർണ്ണ മുഅ്മിനാവും എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. ഏതും ചെറിയ കുട്ടികളുടെ മുട്ടായിന് ഉദാഹരണം പറഞ്ഞത്. നേരെ മറിച്ച് എന്ത് ചെയ്യുന്നത് സഹോദരങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളാകുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എൻ്റെ പേരുള്ള സഹോദരങ്ങളാകുമ്പോൾ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാം, മരണശയ്യയിൽ കിടക്കുന്ന യുദ്ധത്തിൽ പരിക്കേറ്റ് മുറിവേറ്റ് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പുറത്തെ സഹോദരന് കൊടുക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യും അപ്പുറത്തെ സഹോദരൻ ആ സ്വഹാബി എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പുറത്തെ സ്വഹാബിക്ക് കൊടുക്കട്ടെ എന്ന രീതിയിൽ 2, 3, 4 ആളുകൾക്ക് ഇങ്ങനെ മാറിയിട്ട് എന്ത് ചെയ്തു വെള്ളം കൊടുത്ത് അവസാനത്തെ ആളും എന്ത് ചെയ്തു കുടിച്ചില്ല, എനിക്ക് വേണ്ട ആദ്യത്തെ ആൾക്ക് തന്നെ കൊടുത്തലാം എന്ന് പറയുകയും ആദ്യത്തെ ആളിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഓരോരുത്തരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ മരണശയ്യയിൽ പോലും തന്നെക്കാൾ അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ആ വെള്ളം തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെട്ട സഹോദരന് കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ആ ഒരു മനസ്സ് അപ്പയാണ് പരിപൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. അതുവരേക്കും ഒരാൾ പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. അപ്പോൾ മുഅ്മിനാവുകയില്ല എന്നാൽ ഈമാൻ മുഅ്മിനീങ്ങൾ തന്നെയാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഈമാനിൻ്റെ പരിപൂർണ്ണത 100% ആവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഈമാൻ്റെ ഒരു കട്ടി കൂടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എനിക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യം എൻ്റെ സഹോദരനും കൊടുക്കാൻ ഞാൻ തയ്യാറാവണം എന്ന്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്തിൽ കാണാം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് സഹായം ചോദിക്കുമ്പോൾ വസ്ത്രങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളേതെങ്കിലും പഴയ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാം. വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ എന്തിനത് സുനാമി ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് വസ്ത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കുക. അതല്ല, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളിടാൻ എന്ത് ചെയ്ത് പുതുതായിട്ട് നമ്മളിടാൻ എടുത്തുന്ന വസ്ത്രം അത് സ്വതക്ക ചെയ്യുന്നത് വരേക്കും അത് എടുത്തു കൊടുക്കുന്നവരേക്കും നിങ്ങൾ പരിപൂർണമായ ആ നന്മ കിട്ടുകയില്ല. അപ്പം നന്മ കിട്ടണമെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കൊടുക്കണം. ഏതായാലും അടുത്ത 14-ാമത്തെ ഹദീസ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ദമു മിൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. ഒരു മുഅ്മിനിൻ്റെ രക്തം 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഹലാലാവുകയില്ല. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുഅ്മിനിൻ്റെ രക്തം ഹലാലല്ല എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ ആ മുഅ്മിനെ നമ്മൾ കൊല്ലാനോ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാനോ അവനെ ആക്രമിക്കാനോ അവനെ വേദനിപ്പിക്കാനോ പാടില്ല. ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ ഏതൊക്കെ 3 കാര്യങ്ങൾ? അസയ്യിബു സാനി. 1 സയ്യിബ് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം ചെയ്ത് എന്നാൽ സാധാരണ രീതിയിൽ ഒരു വിവാഹം ചെയ്ത ഒരാൾ പിന്നെ വേറൊരു ജിനക്ക് പോവാണ്. ജിന ചെയ്താൽ എന്നാൽ അത് എന്ത് ചെയ്യുന്നത് വിവാഹം ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാൾ ബിക്കർ എന്നാണ് പറയാം. വിവാഹം ചെയ്യാത്ത ഒരാൾ. വിവാഹം ചെയ്ത ഒരാളാണ് സയ്യിബ്. അവൻ ഓൾറെഡി ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാളാണെന്നാണ്. വിവാഹം ചെയ്തിട്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അയാൾ മറ്റൊരാൾ എന്ത് ചെയ്യുന്നത് മറ്റൊരു പെണ്ണിനെ ജിന ചെയ്യാൻ അല്ലെങ്കിൽ ഈ പെണ്ണ് മറ്റൊരാളുമായിട്ട് ജിനയിൽ ഏർപ്പെടാൻ പോയാൽ അവളുടെ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ രക്തം ഹലാലാകുന്നു. അയാളെ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. വൻ നഫ്സു ബിൻ നഫ്സി. ഒരു ശരീരത്തിന് പകരം മറ്റൊരു ശരീരത്തെ കൊല്ലാം. ഞാൻ ഒരാളെ കൊന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഖിസാസ്, അയാളെ പകരം എന്നെ കൊല്ലണം എന്നാണ്. അപ്പോഴും എൻ്റെ രക്തം ഹലാലാണ്, എന്നെ കൊല്ലാവുന്നതാണ്. വത്താരിക്കുൽ ദീനിഹി. ദീന് വിട്ടുപോയാൽ പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം കാലം ജീവിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അവൻ എന്ത് ചെയ്യുന്നത് ഈ ഇസ്ലാമൊന്നും വേണ്ട, മതം വേണ്ട, മനുഷ്യന് മതമൊന്നും വേണ്ട, സ്വതന്ത്രമായി ചിന്തിക്കാമെന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു ഇസ്ലാം വിട്ടുപോയാൽ വത്താരിക്കുലു ദീനിഹി. ദീനിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവൻ അവനെയും കൊല്ലാം. അവൻ്റെ രക്തവും ഹലാലാണ്, കൊല്ലാവുന്നതാണ്. അൽ മുഫാരിഖുലിൽ ജമാഅ.
മുസ്ലിമീങ്ങളുടെ ഒരു കൂട്ടം, മുസ്ലിമീങ്ങളുടെ ആ കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരാൾ, ഇബാദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടി മാറിയിട്ട് പോകുന്നവനല്ല. ഇസ്ലാമിൻ്റെ ആ ഒരു വൃത്തത്തിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന, എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ. ഈ മൂന്നാളുകളെയും അല്ലാത്ത ഒരാളെയും ഒരു മുസ്ലിമിനെയും നമ്മൾ നോവിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല. ഈ മൂന്നെണ്ണം, ഒന്ന് നമ്മൾ പറഞ്ഞു സയ്യിബായ സിന ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്ന, ഒരു മുഅ്മിനെ കൊന്ന ഒരാൾ, അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം വിട്ട് മറ്റു മതങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത മറ്റു മാർഗങ്ങളിലേക്കോ പോയ ആൾ. ഈ മൂന്ന് പേരെ അല്ലാതെ മറ്റാരെയും മറ്റൊരു മുസ്ലിമിനെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ രക്തം ചിന്താനോ മുറിവേൽപ്പിക്കാനോ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിന് എടുക്കാം. ബാക്കിയുള്ളത് ഹദീസുകൾ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.